ഹായ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതിലൊന്നാമത്തെ കാര്യം വാർഡ്, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക. ആ വാർഡിലെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ് ഇവ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് SWOT അനാലിസിസ് ടെസ്റ്റ് നടത്തുക. ആ ടെസ്റ്റ് ഓരോന്നിനെക്കുറിച്ചും സ്ട്രെങ്ത്, അവിടുത്തെ നമ്മുടെ പോരായ്മകൾ, അവിടുത്തെ അവസരങ്ങൾ, അവിടുത്തെ പ്രതിസന്ധികൾ എന്നിവ മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നായി തിരിച്ചു വേണം നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്താൻ. അതിനുശേഷം നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായതും നല്ലതുമായ തീരുമാനം. 2, ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ബിൽഡ് ചെയ്യുക. ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യുക. എങ്ങനെയാണ് ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടത്? ആ വാർഡിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, അതേപോലെ ചില ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാർ, അതുപോലെ പ്രതിപക്ഷ ലീഡർമാർ, ഇവരെയൊക്കെ നാം കണ്ട് അവരോടൊക്കെ ആശയവിനിമയങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം. അതേപോലെ തന്നെ ആ വാർഡിലെ സർക്കാർ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ആ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ആ പഞ്ചായത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. അതേപോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആകുക. നല്ലൊരു ആശയം പ്രചരിപ്പിക്കാൻ കഴിയുന്ന, പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികളായി ആ വാർഡിലെ, ആ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഇവ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുവാൻ വേണ്ടി കഴിയുന്ന നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുക. അങ്ങനെ നമ്മൾക്ക് അവിടുത്തെ ജനങ്ങളെ ആകർഷിക്കാൻ നമുക്ക് കഴിയും. അതിന് ഒരു വാർഡിലെ 5 മേഖലകളായി തിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങൾ, അവരുടെ ഒരു ഗ്രൂപ്പ്, അതിനൊരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ 5 മേഖലകളായി തിരിച്ച് എല്ലാ മേഖലകളിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളെ ക്രോഡീകരിക്കുവാനും അപ്പോൾ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുവാനും കഴിയുന്ന 5 പേർ നമ്മുടെ ആ വാർഡിലെ യുദ്ധസജ്ജമായി നിൽക്കുന്ന നമ്മുടെ ആർമിയായിട്ട് നിൽക്കുന്നവരായിരിക്കണം. അങ്ങനെ ഒരു 5 പേരെ ആ നിലയ്ക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം. 4-മത്തെ കാര്യം കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ആണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് എൻഗേജ്മെൻറ്റ്? മതം, പാർട്ടി, ക്ലബ്ബ്, വ്യക്തികൾ, അവരുമായി നല്ല ബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം. യുവാക്കളെ ആകർഷിക്കാൻ കഴിയണം. സ്ത്രീകളെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം സഹകരിക്കാൻ കഴിയണം. യുവാക്കൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകാൻ കഴിയുന്ന വ്യക്തികളായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. യുവാക്കളുടെ വോട്ട് ഓരോ വാർഡിലും പ്രധാനപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. അതേപോലെ ഓപ്പൺ ആകുക, ട്രാൻസ്പെറൻ്റ് ആകുക, സുതാര്യമാകുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സുതാര്യമായി, സത്യസന്ധമായി, ഓപ്പണായി ആൾക്കാരുമായിട്ട് ഇടപെടുന്ന വ്യക്തിയായി മാറാൻ നമ്മൾക്ക് കഴിയേണ്ടത് അത്യാവശ്യമാണ്. ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവർ ആ നിലയ്ക്ക് കാര്യങ്ങളെ നീക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ 6-മത്തെ കാര്യം സത്യസന്ധമായ പ്രചരണം നമ്മൾ നടത്തണം. ആരെയും വ്യക്തിഹത്യ ചെയ്യാതെ നമ്മുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന വ്യക്തികളായി മാറാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ആശയങ്ങളെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നവരായി മാറണം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മളൊരു 6 കാര്യങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ
അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് വിജയം സുനിശ്ചിതമായി വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശുഭദിനം.